Hi friends, welcome to Sagi's Kitchen. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ബീഫ് ലിവർ ആണ്. ബീഫ് ലിവർ നമുക്കത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ബീഫ് ലിവർ നന്നായി വിനാഗിരി ഒക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കുക. കാരണം ഇതിൽ ബ്ലഡ് ഒക്കെ നിറയെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നന്നായി വെള്ളം കഴുകിയെടുക്കണം. അതുപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഈ ലിവർ ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്യാം. നന്നായി വെള്ളം കളഞ്ഞിട്ട് ഊറ്റി വയ്ക്കാം. ഞാൻ അങ്ങനെ ഊറ്റിയിട്ട് ഒരു 500 ഗ്രാം ബീഫിൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു 3 പച്ചമുളക് നടു കീറി എടുത്തിരിക്കുകയാണ്. കരിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടിയാണ് ഇതിൽ കുറച്ചധികം ചേർക്കേണ്ടത്. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇതും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഞാനത് ചതച്ചെടുത്തിരിക്കുകയാണ്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ലൈറ്റായിട്ട് ഒന്ന് വറുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണ് പെരിഞ്ജീരകം. 1/2 ടേബിൾ സ്പൂൺ. ഇതാണ് പെരിഞ്ജീരകം. ഇത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് വറുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്താണ്. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, പെരിഞ്ജീരകം പൊടിച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണിന് കൂടുതലുണ്ടാവും. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ലിവർ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഇടാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയും ഉപ്പുമാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാ ബീഫ് ലിവർ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ബീഫ് ലിവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇഞ്ചി 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഇതിൽ കിടന്ന് മൂക്കണം. കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് 3 പച്ചമുളക് നടുവ് കീറിയത്. സവാള നന്നായി ഒന്ന് വഴന്ന് വരുന്നതിൽ കിടന്ന് സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ നന്നായി മൂക്കണം.
മഞ്ഞളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾ ഇതിലേക്ക് ഇടുന്നത് നന്നായി ഒന്ന് മൂത്ത് വരണം. മഞ്ഞളിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറണം. നമ്മളത് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് ബീഫിന്റെ ലിവർ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മീഡിയം സൈസിൽ കട്ട് ചെയ്യുക. നന്നായി ചെറുതായി പോയാൽ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ നന്നായി കുഞ്ഞി പീസായി പോകും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ലിവർ കുക്ക് ചെയ്യാൻ ഒരു മാക്സിമം പോയ ഒരു 10-15-20 മിനിറ്റ് മതിയാവും. കുറേ നേരിട്ട് ഇത് ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പെരുംജീരകത്തിൻ്റെ പൊടി ഇതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് പിന്നെ ചേർത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ അത് ചേർക്കാം. ഇനി കുരുമുളക് പൊടിയും ചേർക്കാനുണ്ട്. മസാലയൊക്കെ നന്നായി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. കുറച്ചു നേരം ചെറിയ സിമ്മിൽ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത്തിരി വെള്ളം ഇതിന് ഇറങ്ങും. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് 1/4 കപ്പ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം മസാലയൊക്കെ ഒന്നുകൂടിയും ഇതിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അധികം വേണ്ട 1/4 കപ്പ് വെള്ളം. നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന പെരുംജീരകം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വയ്ക്കാം. നമ്മുടെ ലിവർ നോക്കാം.
20 minutes ഒക്കെ കുക്കായാൽ മതി. ഒരു ഇത്തിരിയും കൂടിയും ഡ്രൈ ആവട്ടെ. നമുക്ക് പെപ്പർ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല റോസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടിയും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം, റൈസിൻ്റെ ഒപ്പം കഴിക്കാം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇതിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.